1995 കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചയാളാണ് ഇത്തവണ സമ്മേളനത്തിന് പതാക ഉയർത്തുന്ന AK ബാലൻ. മത്സരത്തിൽ ഒരു വോട്ടിന് തോറ്റ AK ബാലൻ 1998 പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിലാണ് സംസ്ഥാന സമിതിയിലെത്തിയത്. മത്സരവും തോൽവിയും AK ബാലൻ 24-നോട് സ്ഥിരീകരിക്കും. കേരളത്തിലെ പാർട്ടിയിലെ വിഭാഗീയ പോരാട്ടത്തിന്റെ തുടക്കം 1995 കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു. KR ഗൗരിയമ്മയുടെ പുറത്താക്കലിനെ തുടർന്നുണ്ടായ ഭിന്നതകളിൽ CITU വിഭാഗത്തിനെതിരെയായിരുന്നു നീക്കം. ഔദ്യോഗിക പാനലിനെതിരെ 17 പേർ മത്സരിച്ചു. അതിലൊരാളായിരുന്നു AK ബാലൻ. പക്ഷെ ഒരു വോട്ടിന് തോറ്റുപോയി. ശരിയായിരുന്നു, അന്ന് മത്സരം ഉണ്ടായിരുന്നു, ഞാൻ മത്സരിച്ചിരുന്നു, ഒരു വോട്ടിന് തോറ്റു എന്നുള്ളത് അന്ന് പത്രങ്ങളിലൊക്കെ തന്നെ വന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. MM ലോറൻസിനെ ജയിപ്പിക്കാൻ വേണ്ടി ബാലനെ എണ്ണി തോൽപ്പിച്ചതാണെന്ന് അന്ന് ആക്ഷേപമുണ്ടായിരുന്നു. അതേപ്പറ്റി പ്രതികരിക്കാൻ AK ബാലൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, തോറ്റു എന്ന് മനസ്സിലാക്കിയാണ്. പിന്നെ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ പാനലിൽ തന്നെ ഉണ്ടായി, ഔദ്യോഗിക പാനലിൽ തന്നെ ഉണ്ടായി. പിന്നെ സ്വാഭാവികമായിട്ടും നോക്കുന്ന പ്രശ്നമില്ലല്ലോ. അന്ന് മത്സരിച്ചു തോറ്റ AK ബാലനാണ് 30 കൊല്ലത്തിന് ശേഷം കൊല്ലത്ത് വീണ്ടും സമ്മേളനം വന്നപ്പോൾ പതാക ഉയർത്തുക. പ്രസിഡീയത്തെ നയിക്കുന്നതും AK ബാലൻ തന്നെ. 24 കൊല്ലം.